ലീഡ് ചെയ്യുന്നില്ല. 13-7 13 UDF, 7 LDF എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. മുകളിലത്തെ ആ കണക്ക് നോക്കേണ്ട. ഇപ്പോൾ BJP ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല. ദേശീയ തലത്തിലെ ശ്രദ്ധേയമായ ഫലം പുറത്തു വരുന്നുണ്ട്. ദേശീയ തലത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മഹാരാഷ്ട്രയിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കാരണം 24 ഇടങ്ങളിൽ മഹാരാഷ്ട്രയിൽ NDA സഖ്യം മുന്നിൽ, 21 ഇടങ്ങളിൽ ഇന്ത്യ സഖ്യവും മുന്നിൽ. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഈ 21-ൽ ശിവസേനയുടെ ഉദ്ധവ് വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റമെന്ന് ശ്രദ്ധേയമാണ്. നമുക്കറിയാം ശിവസേനയെ പിളർത്തിയാണ് ഷിൻഡെ വിഭാഗം അപ്പുറത്ത് NDAക്കൊപ്പം പോയത്. പക്ഷേ ഇപ്പോൾ ഉദ്ധവ് വിഭാഗത്തിനാണ് ശിവസേനയുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ ലീഡ് നിലയിൽ മുന്നിലുള്ളത്. 24 ഇടത്ത് NDA, 21 ഇടത്ത് ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഫലസൂചന. അതാണ് ചിത്രം. കർണാടകയിലേക്ക് പോകുമ്പോൾ കർണാടകയിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ച നേട്ടത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ 7 ഇടത്ത് കോൺഗ്രസ് ഉണ്ട്, 19 ഇടത്തും BJP ആണ് എന്നതാണ് ചിത്രം. മധ്യപ്രദേശിൽ, കേരളത്തിൽ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ കുറച്ച് തടസ്സം വന്നിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് EVM-കൾ എണ്ണാൻ എടുത്തതാണ്. അതുകൊണ്ട് ഈ അടുത്ത ഫലം വരുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുക്കും അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നാകും. ആദ്യത്തെ റൗണ്ടിന് മാത്രം കുറച്ച് താമസിക്കും. ഇനി ഫോക്കസ് EVM മെഷീനുകളിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും കൗണ്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇനി ഫോക്കസ് EVM മെഷീനിലേക്ക്. ഇനി EVM തപാൽ വോട്ടുകൾ എന്ന് പറയുന്നതല്ല, ഇനി നേരിട്ട് ലീഡ് നില മാത്രമേ പറയുകയുള്ളൂ. കാരണം EVM-ന്റെയും തപാൽ വോട്ടുകളുടെയും ഒക്കെ മിക്സ് ആണ് വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ EVM-കൾ മാത്രമാണ്. കാരണം ഓരോ റൗണ്ടുകളും ഇനി പെട്ടെന്ന് എണ്ണുകയാണ്. അരമണിക്കൂറിൽ തന്നെ 2-3 റൗണ്ടുകൾ പൂർത്തിയാക്കാൻ കഴിയും ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടിന്റെ താമസം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് റിസൾട്ടുകൾ വരും. തിരുവനന്തപുരത്ത് അറിയാം 1037 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് തരൂരാണ്. UDF-നാണ് ലീഡ്. തിരുവനന്തപുരത്ത് ആദ്യ ലീഡ് നിലകൾ BJP-ക്ക് ഉണ്ടായാൽ മാത്രമേ തിരുവനന്തപുരത്ത് പിടിച്ചു നിൽക്കുവാൻ BJP-ക്ക് കഴിയുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ദേശീയ തലത്തിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ബംഗാളിൽ 19 ഇടത്ത് 21 ഇടത്ത് മമതാ സഖ്യം മുന്നേറുമ്പോൾ 17 ഇടത്ത് മാത്രമാണ് BJP-ക്ക് മുന്നേറ്റമുള്ളത്. NDA സഖ്യത്തിന് 53, 300ലേക്ക് കടന്നിരിക്കുന്നു. NDA സഖ്യത്തിന്റെ ലീഡ് നില ഔദ്യോഗികമായി 300ലേക്ക് വന്നിരിക്കുന്നു. 300-ന് മുകളിൽ സീറ്റുകൾ 300 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. 171 സീറ്റുകൾ NDA, 171 സീറ്റുകൾ ഇന്ത്യ. 300 സീറ്റുകൾ പിന്നിട്ടു. വലിയ ചിത്രമാണ്. സീറ്റുകളിലാണ് ലീഡ്. 302 ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആറ്റിങ്ങൽ നിന്നും വരുന്നുണ്ട്. അവിടെ അടൂർ പ്രകാശ് UDF മുന്നിലെത്തി എന്നതാണ്. സീറ്റുകൾ 140 വോട്ടുകൾ അടൂർ പ്രകാശ് ലീഡ് എടുത്തു. അങ്ങനെ ആറ്റിങ്ങലും UDF പക്ഷത്തേക്ക് ലീഡ് വന്നിരിക്കുകയാണ്. അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു. നേരത്തെ B. ജോയി ആയിരുന്നു മുന്നിൽ. അങ്ങനെ ആറ്റിങ്ങലിൽ UDF-ന് ആദ്യമായി ലീഡ് കിട്ടിയിരിക്കുകയാണ്. അടൂർ പ്രകാശ് മുന്നിട്ട് നിൽക്കുന്നു ആറ്റിങ്ങലിൽ. അങ്ങനെ LDF-ന് മുന്നിലുണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി പിന്നിലേക്ക് പോകേണ്ടി വന്നിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ 140 വോട്ടുകൾക്ക് UDF മുന്നിൽ. തൊട്ടടുത്തുള്ള കൊല്ലം മണ്ഡലത്തിലും UDF ആണ് മുന്നിൽ. പത്തനംതിട്ടയിലും UDF ഇപ്പോൾ മുന്നേറ്റം തുടരുകയാണ്. മാവേലിക്കരയിൽ പക്ഷേ ഇപ്പോൾ LDF ആണ് അല്ലെ? മാവേലിക്കരയിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. മലപ്പുറം, ഇടുക്കി, ഒപ്പം എറണാകുളം പോലെയുള്ള UDF ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ വൻ ലീഡാണ് UDF സ്ഥാനാർത്ഥിക്ക് തുടക്കത്തിൽ തന്നെ ലഭിച്ചിരിക്കുന്നത്. വയനാട്ടിൽ 1778 വോട്ടിനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. കൊല്ലത്ത് 4337 വോട്ടിന് NK പ്രേമേന്ദ്രൻ ലീഡ് ചെയ്യുന്നു.
വയനാട്ടിലെ കണക്ക് നമ്മൾ പറഞ്ഞു. ഇടുക്കിയിൽ 3993 വോട്ടിനാണ് ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്യുന്നത്. എറണാകുളത്തെ UDF ലീഡ് നില 2000 കടന്നിരിക്കുന്നു. അതുപോലെ തന്നെ കോഴിക്കോട്ട് 280 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 1037 വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ ശശി തരൂർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 1037 വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നു. അങ്ങനെ UDF ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ലീഡ് നിലയിലേക്ക് UDF സ്ഥാനാർത്ഥികൾ എത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ EVM മെഷീനുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ കാലതാമസമുണ്ട്. അല്പസമയത്തിനകം വളരെ നിർണായകമായ വേഗത്തിലുള്ള ലീഡ് നിലകൾ നമുക്ക് ലഭ്യമാകും. സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ 6 സീറ്റുകളിലാണ് LDFന്റെ ലീഡ്. അത് വടകരയിലും കാസർഗോഡും, പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പാലക്കാടും ആലത്തൂരിലും തൃശ്ശൂരും മാവേലിക്കരയിലും പിന്നെ ഒരിടത്തു കൂടി ലീഡ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ആറിടത്താണ് ലീഡ് വന്നിരിക്കുന്നത് അല്ലേ? അതെ, തിരുവനന്തപുരത്തും കൂടി അല്ല, തിരുവനന്തപുരത്ത് UDF ആണ് ലീഡ് ചെയ്യുന്നത്. LDFന് ഒരു സീറ്റ് കൂടിയുണ്ട്. വടകരയുണ്ട്, കാസർഗോഡുണ്ട്, പാലക്കാടുണ്ട്, ആലത്തൂരുണ്ട്, മാവേലിക്കരയുണ്ട്, തൃശ്ശൂരുണ്ട്. ഇത്രയും സ്ഥലത്താണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കോട്ടയത്ത് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. കോട്ടയത്ത് UDFന്റെ ലീഡ് 1683 വോട്ടുകളിലേക്ക് മാറി എന്ന ചിത്രം കോട്ടയത്ത് നിന്നും വരുന്നുണ്ട്. UDF അവിടെ പിടിക്കുന്നു. UDFന് വലിയ നേട്ടം സീറ്റ് നിലയിൽ അവിടെ ഭൂരിപക്ഷത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. അവിടെ ലീഡിൽ 1683 വോട്ടുകൾ എന്ന സാഹചര്യത്തിലേക്ക് കോട്ടയത്തെ ചിത്രം മാറുന്നു എന്നതാണ്. വേഗത്തിലൊരു കാര്യം, അതായത് ഈ വലിയ ശക്തി മേഖലകളിൽ വലിയ ഭൂരിപക്ഷം, മറ്റിടങ്ങളിൽ ടൈറ്റ് ഫൈറ്റ്, അങ്ങനെ ഒരു സൂചന വരുന്നുണ്ട്. UDFന്റെ പരമ്പരാഗത ശക്തി മേഖലകളായ ഇടുക്കി, കോട്ടയം തുടങ്ങിയ മേഖലകളിൽ, വയനാട്, ഇവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെ UDF മുന്നേറുന്നു. അതേസമയം മാവേലിക്കരയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് കാണുകയാണ്. കൊടിക്കുന്നിൽ സ്ഥിരമായി ജയിക്കുന്ന മാവേലിക്കരയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതേസമയം LDFന് ആധിപത്യമുള്ള പാലക്കാടും ആലത്തൂരിലും LDF ലീഡ് ചെയ്യുന്നു. LDFന് ആധിപത്യമുള്ള വടകരയിലും കാസർഗോഡും LDF ലീഡ് ചെയ്യുന്നു. മഞ്ജുഷ, വേറൊരു അപ്ഡേറ്റ് കൂടി. ഈ തൃശ്ശൂരിൽ ഒരു തർക്കമുണ്ടായിട്ടുണ്ട്. ഈ പ്രായമുള്ളവരുടെയും ഭിന്നശേഷിക്കാരുകളുടെയും വോട്ട് രേഖപ്പെടുത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ക്രമനമ്പർ ശരിയായ രേഖപ്പെടുത്തിയതിൽ വീഴ്ച പറ്റി. 10% പോസ്റ്റൽ വോട്ടുകൾ നീക്കിവെച്ചു. പിന്നെ കൗണ്ട് പോകണം. ദേശീയതലത്തിലെ പ്രധാനപ്പെട്ട ചിത്രം 172 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യം കുതിച്ചെത്തുകയാണ്. അതിൽ 71 സീറ്റുകൾ, നമുക്കറിയാം കഴിഞ്ഞ തവണ 52 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ 71 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും കവച്ചു വെച്ചുകൊണ്ടുള്ള പ്രകടനം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതായത് 172 ഇടങ്ങളിൽ NDA സഖ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം മുന്നേറുന്നു. സഖ്യം എന്ന രീതിയിൽ അത് ഫലം ചെയ്യുന്നു. അതിൽ 71 സീറ്റുകളിൽ കോൺഗ്രസ് ആണ് എന്നുള്ള നിർണായകമാണ്. 10-20 സീറ്റുകൾ കൂടി കോൺഗ്രസിന് വർദ്ധിക്കുന്ന പശ്ചാത്തലം കോൺഗ്രസിന് നിർണായകമാണ്. ആ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതിൽ അവർ വിജയിക്കുന്നു ഒരു പരിധിവരെ എന്ന് വേണം ഈ ഘട്ടത്തിൽ കാണാൻ. മഞ്ജുഷ്, സജിത്ത്. അപ്ഡേറ്റ് ഉണ്ട്. ഇടതു മുന്നണി വീണ്ടും തോമസ് ഐസക് അവിടെ ലീഡ് നേടുന്നു. 218ലേക്ക് 218. വടകരയിൽ ലീഡ് UDF തിരികെ പിടിച്ചിരിക്കുകയാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ ലീഡ്. ശൈല ടീച്ചർ പിന്നിൽ 347 വോട്ടുകൾക്ക് ഷാഫി മുന്നിൽ. കാസർഗോഡ് മാത്രമാണ് വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ LDFനുള്ളത്. മാവേലിക്കരയും പത്തനംതിട്ടയും ഉണ്ട് തെക്കൻ ജില്ലകളിൽ. തൃശ്ശൂരും ആലത്തൂരും പാലക്കാടും LDF ലീഡ് ചെയ്യുന്നു. അപ്പോൾ 6 ഇപ്പോഴും ഉണ്ട്. 14-6. 14ഇടത്ത് UDF, 6ഇടത്ത് LDF എന്നുള്ളതാണ് കണക്ക്. LDFന്റെ പട്ടികയിൽ തൃശ്ശൂർ, ആലത്തൂർ, പാലക്കാട്, മാവേലിക്കര, അതുപോലെ തന്നെ കാസർഗോഡും ഉണ്ട്. കാസർഗോഡ് സ്ഥിരമായിട്ട് ഇപ്പോൾ LDFന്റെ പക്ഷത്തേക്ക് വരികയാണ്. ഇത്തവണ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തൃശ്ശൂരിൽ ഇപ്പോഴും LDFന്റേതാണ്. കൊല്ലത്തെ UDFന്റെ ലീഡ് 10,000 കടന്നിരിക്കുന്നു. കൊല്ലത്ത് UDFന്റെ NK പ്രേമേന്ദ്രൻ ലീഡ് 10,000 കടന്നിരിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി 10,000 കടക്കുന്ന സ്ഥാനാർത്ഥിയായി, ലീഡ് കടക്കുന്ന സ്ഥാനാർത്ഥിയായി NK പ്രേമേന്ദ്രൻ മാറുന്നു. 10,000 കടന്നിരിക്കുന്നു കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ. ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ 10,000 വോട്ടുകളുടെ ലീഡാണ് കിട്ടിയിരിക്കുന്നത് NK പ്രേമചന്ദ്രന്. ഒന്നാം റൗണ്ട് പലയിടങ്ങളിലും പൂർത്തിയാകുന്നു. ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ 10,000 കടന്ന് NK പ്രേമേന്ദ്രൻ കുതിക്കുന്നു. ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ 6,000 കടന്നിരിക്കുന്നു. ഡീൻ കുര്യാക്കോസിന്റെ ലീഡ്. അതുപോലെ തന്നെ എറണാകുളത്ത് 4,000 കടന്നിരിക്കുകയാണ് ഹൈബി ഈഡന്റെ ലീഡ് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം